ഓക്കെ, നമുക്കിപ്പം പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? അപ്പം നമ്മുടെ മദർ തെരേസയെ കാറിലിരുത്തിയപ്പം ഉപയോഗിച്ചിരുന്ന ടർക്കിയും മദർ തെരേസയുടെ മുടിയും ഒക്കെ ഈ ഒരു ഭവനത്തിലുണ്ടല്ലേ? ആന്റി, മാവ് നമ്മൾ പാത്രത്തിലാക്കിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുരിശ് വെച്ചാലോ? കുടുംബനാഥനല്ലേ കുരിശ് വെക്കുന്നത്, നമുക്ക് കുടുംബനാഥനെ വിളിക്കാം. അമ്മ കന്യാ മണി തന്റെ നമ്മുടെ പെസഹ അപ്പവും പെസഹ പാലും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ വാരത്തിലെ പ്രധാന ദിവസങ്ങളിൽ ഒന്നാണ് പെസഹ വ്യാഴം. ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് അവസാനമായി ഭക്ഷിച്ച അത്താഴത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ വ്യാഴം. അന്നേ ദിവസം തന്നെയാണ് കൂദാശകളുടെ കൂദാശ എന്നറിയപ്പെടുന്ന വിശുദ്ധ കുർബാനയും സ്ഥാപിതമായത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വിശുദ്ധിയോടും ഭക്തിയോടും കൂടെ നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ് പെസഹ വ്യാഴം. ദേവാലയത്തിലെ കാലുകഴുകൽ ശുശ്രൂഷകൾക്ക് ശേഷം വീടുകളിൽ കുടുംബാംഗങ്ങൾ എല്ലാവരുടെ ഒത്തുചേർന്ന് പെസഹ അപ്പവും പാലും ഉണ്ടാക്കുന്ന ഒരു ആചാരം നമ്മുടെ കേരള കത്തോലിക്ക ക്രിസ്ത്യാനികളുടെ പാരമ്പര്യത്തിലുണ്ട്. ഗാർഹിക കുർബാന എന്ന പേരിലാണ് നമ്മുടെ പൂർവികർ ഈ പെസഹയെ വിളിച്ചിരുന്നത്. പെസഹയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന പെസഹ പെരുമ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത കുറുമ്പനാടൻ ഫൊറോന വികാരി ഫാദർ ജോബി കറുകപ്പറമ്പിൽ അച്ഛനാണ്. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, നമ്മൾ സാധാരണ ദേവാലയത്തിലാണ് എല്ലാ ശുശ്രൂഷകൾക്കും പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഈ പെസഹ വ്യാഴാഴ്ച പെസഹ അപ്പം ഉണ്ടാക്കുന്നതും എല്ലാവരും ഒരുമിച്ച് ഭക്ഷിക്കുന്നതൊക്കെ വീട്ടിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് വീടിന് ഇതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? നമ്മൾ ദേവാലയത്തിലെ കാൽകഴുകൽ ശുശ്രൂഷയുടെയും പരിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെയും ആചരണത്തിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഭവനങ്ങളിലെ ഈ പെസഹ ആചരണം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ ഈ പെസഹ അപ്പം ഉണ്ടാക്കുന്ന രീതി നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതിൽ നമ്മൾ ഓശാന ഞായറാഴ്ച നമുക്ക് ലഭിക്കുന്ന ആശീർവദിച്ച കുരുത്തോലയുടെ കഷ്ണങ്ങൾ അതിൽ കുരിശാകൃതിയിൽ അതിൽ നമ്മൾ വയ്ക്കുന്നു. ഒപ്പം തന്നെ അന്നുണ്ടാക്കുന്ന ഇൻട്രിയപ്പം എന്ന് പറയുന്ന ഈ അപ്പത്തോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പാല്, അതിലും ആ പാനീയത്തിലും നമ്മൾ കുരുത്തോലയുടെ കഷ്ണങ്ങൾ അതിലും നിക്ഷേപിക്കും. അപ്പോൾ അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ഇതൊരു സാധാരണ അപ്പമല്ല, ഒരു സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പാലോ പാനീയമോ അല്ല, മറിച്ച് ഇതിൽ ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു വസ്തുവിനെ പോലെ ഇത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പെസഹായുടെ രാത്രിയിൽ, പെസഹായുടെ ഉച്ച കഴിഞ്ഞ് നമ്മൾ ദേവാലയത്തിലെ ശുശ്രൂഷകൾ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് ഒന്നിച്ചുകൂടി അത്താഴം കഴിഞ്ഞ് പെസഹ അപ്പം മുറിച്ച് ഒരുപക്ഷെ ഇതിൽ മിച്ചം വരുന്ന ഭക്ഷണങ്ങൾ പിറ്റേ ദിവസം ഉപവാസമായതിനാൽ ഇത് വീണ്ടും ഉപയോഗിക്കുക സാധ്യമാകാത്ത അവസരത്തിൽ ഇത് സാധാരണ നമ്മൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് പോലെ വേസ്റ്റ് ബോക്സിലോ അല്ലെങ്കിൽ ബിന്നിലോ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് ഇത് കത്തിച്ച് കളയണം എന്നുള്ളതാണ് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. അത് കാരണം അത് വിശുദ്ധമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ പരിശുദ്ധമായി കരുതുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലുള്ള രൂപതകളിൽ, ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി, കോതമംഗലം ഇങ്ങനെയുള്ള രൂപതകളിൽ ഇത് വളരെ നാളുകളായിട്ട് ഇതിൻ്റെ ആചരണം വളരെ ശക്തമായിട്ട് കുടുംബങ്ങളിലെ പെസഹ വളരെ ക്രിയാത്മകമായിട്ട് ആചരിക്കുന്ന ഒരു രീതി നമുക്ക് ശക്തമായിട്ട് കാണുവാൻ സാധിക്കും. അത് ഒരു വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇത് കാണുകയും ഇത് ആചരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ നസ്രാണി പാരമ്പര്യത്തിൻ്റെ ഒരു ഐക്കൺ എന്നതുപോലെ കാണുന്ന നമ്മൾ ഈ പെസഹ ആചരണം നമ്മുടെ കുടുംബങ്ങളിൽ അത് കൂടുതലായിട്ട് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ അഭിമന്യമാർ റാഫേൽ തട്ടിൽ പിതാവ് സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ കുടുംബങ്ങളിലെ പെസഹയുടെ ആചരണം ശക്തിപ്പെടുത്തണം എന്നത് ഒരുപക്ഷെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ കുടുംബങ്ങളിലെ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രകടനമായ എല്ലാവരും ഒത്തുചേരുന്ന ഈ പെസഹാചരണം നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്തുവാനായിട്ടും ശക്തിപ്പെടുത്തുവാനുമുള്ള അവസരമാക്കി മാറ്റുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും കർത്താവിൻ്റെ ഈ പെസഹായുടെ എല്ലാ അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു.
പൂർവികർ ഏറ്റവും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ആചരിച്ചിരുന്ന ആ പെസഹ ഇന്ന് നമ്മൾ വീണ്ടും അതേ പാരമ്പര്യവും പൈതൃകവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് വീണ്ടും അനുഭവിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ഇന്നായിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുറുമ്പനാടൻ ഫൊറോനയിലുള്ള ആശാരിപ്പറമ്പിൽ ബാബു ജേക്കബിന്റെ ഭവനത്തിലാണ്. നമുക്ക് ഈ ഒരു ക്രൈസ്തവ കുടുംബത്തിലെ ആ ക്രൈസ്തവ പാരമ്പര്യത്തിനനുസരിച്ചുള്ള ആ ഒരു പെസഹ ആചരണം എപ്രകാരമാണെന്ന് കണ്ടു നോക്കാം. നമ്മൾ ഇന്നായിരിക്കുന്നത് ബാബു അങ്കിളിന്റെ ഭവനത്തിലാണ്. നമുക്ക് ഈ കുടുംബാംഗങ്ങളെ എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. അങ്കിളെ, ഞാൻ ബാബു ജേക്കബ്, ആശാരിപ്പറമ്പിൽ കാവാലത്തുനിന്ന് ഞങ്ങളിവിടെ താമസിക്കുന്നു. അപ്പനായിട്ട് 90 വർഷമായി. എനിക്ക് 3 പിള്ളേരാണ്, 2 ആണും 1 പെണ്ണും. എൻ്റെ ഭാര്യ വത്സ ബാബു വെച്ചിച്ചിറ തുരുത്തുങ്കവയൽ കുടുംബാംഗമാണ്. ഞാൻ മൂത്ത മകൻ അമേരിക്കയിലാണ്, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു. മരുമോള് സ്കൂൾ വൈസ് പ്രിൻസിപ്പളാണ്. അവർക്ക് 4 പിള്ളേർ, 3 ആണും 1 പെണ്ണും. രണ്ടാമത്തെ രോഹിത് ജെ സേവ്യർ, അവൻ കല്യാണം കഴിച്ചിട്ട് ചാലക്കുടി കണിച്ചായിന്ന് ശീതൽ മാഡത്തിനെയാണ്. അവർക്ക് 3 പിള്ളേർ ചോയ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മോൾ ട്രീസ കല്യാണം കഴിഞ്ഞ് ദുബൈയിലാണ്. അവർ മരുമോനും ട്രീസയും ദുബായ് ജോലി ചെയ്യുന്നു. അവർക്ക് 2 പിള്ളേർ, മോനും മോളും. 90 വർഷത്തോളം പാരമ്പര്യമുള്ളൊരു ഭവനത്തിലല്ലേ നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഇപ്പം കണ്ടാലും ആ ഒരു പഴമ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ. അത് വത്സയുടെ മിടുക്കാണ്. അവളെല്ലാ 2 വർഷം കൂടുമ്പം പെയിൻ്റ് അടിക്കും. അതുപോലെ രോഹിത്തും ശീതളും ഇതിൻ്റെ പുറകിലുണ്ട്. അവരാണ് പെയിൻറ്റിങ്ങിൻ്റെ എല്ലാ വർഷവും 2 വർഷം കൂടുമ്പോൾ പെയിൻ്റ് അടിക്കും. വൃത്തിയായിട്ട് ചെതലൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം കളയും. എൻ്റെ മുന്നിൽ കുറച്ച് വിശുദ്ധ വസ്തുക്കൾ ഇരിപ്പുണ്ട്. ഈ വിശുദ്ധ വസ്തുക്കളുടെ പിന്നിലെ കഥ എന്താണെന്നൊന്ന് പറയാമോ? ഞാൻ 20 വർഷം കൽക്കട്ടയിലുണ്ടാണ്. ഞങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്താണ് മദർ തെരേസയുടെ മെയിൻ ഹൗസ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ പള്ളിയിൽ ഇടയ്ക്ക് വരുന്നതാണ്. അപ്പം ഞങ്ങളുടെ പള്ളിയിലെ ജൂബിലിക്ക് അവിടുത്തെ അച്ഛൻ പറഞ്ഞു ബാബുജി ഒന്ന് മദറിനെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഞങ്ങളുമായിട്ട് വളരെ അടുപ്പമാണ്. അത് കഴിഞ്ഞ് മദർ മരിച്ചു കഴിഞ്ഞപ്പോൾ 2016 ഒക്ടോബർ 2 ഇന്ത്യയെ വെച്ച് മദറിനെ പുണ്യവതിയാക്കി കഴിഞ്ഞ ശേഷം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വലിയ സ്വീകരണമുണ്ട്. അപ്പം അവിടുത്തെ ഒരു സിസ്റ്റർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ബാബുവും വത്സയും വരണം. ഞങ്ങൾ വരാമെന്ന് പോയി. വരാമെന്ന് ഞങ്ങൾ സമ്മതിച്ചു. അതും പ്രകാരം ഞങ്ങൾ പോയി അവിടുത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പോകരുത്, നാളെ അവരുടെ ഒരു പ്രേംദാൻ എന്ന് പറഞ്ഞൊരു മെയിൻ ഹൗസുണ്ട് ഈ പിള്ളേരൊക്കെ എടുക്കുന്നത്. അവിടെ പോയി എന്നോട് പറഞ്ഞു നീ കയറി വന്നപ്പോൾ ഒരു കടലാസിൽ പോയി നീ ഒന്ന് ഒരു മുടി ആരെയും കാണിക്കേണ്ടത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അതാ മുടി. അപ്പോൾ ഈ ടർക്കി അന്ന് മദറിനെ കൊണ്ടുവന്ന കാറിൻ്റെ സീറ്റയിൽ ഇട്ടതാണ്. അപ്പോഴേ എനിക്കറിയാമായിരുന്നു മദർ പുണ്യവതിയാകും. അങ്ങനെ എടുത്തേക്കാം. 1990 മേടിച്ച് അന്നത്തെ പരിപാടിക്ക് വേണ്ടി മേടിച്ച ടർക്കിയാണ്. മദർ ഇരുന്ന ടർക്കിയാണ്. ആ കാറയിലുണ്ടാകും ടർക്കിയുടെ ഫോട്ടോ. അപ്പം നമ്മുടെ മദർ തെരേസയെ കാറിലിരുത്തിയപ്പം ഉപയോഗിച്ചിരുന്ന ടർക്കിയും മദർ തെരേസയുടെ മുടിയും ഒക്കെ ഈ ഒരു ഭവനത്തിലുണ്ടല്ലേ? അത് ഞങ്ങളുടെ ഭാഗ്യം. അപ്പൊ ഈ ഒരു ഫ്രെയിമിന്റെ ഇത് എന്താണ് ഇതില് എഴുതിയിരിക്കുന്നത്? ഈ SAL എന്നൊക്കെ എഴുതിയിരിക്കുന്നത് അൽഫോൻസാമ്മ തയ്ച്ച തൂവാലയാണിത്. അപ്പോൾ അമ്മച്ചി അവിടെ പഠിച്ച കാലത്ത് അമ്മച്ചി അൽഫോൻസാമ്മയെ കാണാൻ പോയപ്പം അമ്മച്ചിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അപ്പം അൽഫോൻസാമ്മ തയ്ച്ച തൂവാലയാണ് ഇതല്ലേ? അപ്പം വളരെ ഭാഗ്യം ലഭിച്ചൊരു കുടുംബാംഗങ്ങളാണ് നിങ്ങൾ. നമ്മുടെ 2 വിശുദ്ധരായ വിശുദ്ധ മദർ തെരേസയുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധമായ വസ്തുക്കൾ ഈ ഭവനത്തിൽ എന്നൊരു പ്രതിഷ്ഠയായിട്ടിരിപ്പുണ്ടല്ലേ? അപ്പം നമ്മൾ ഇന്ന് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പെസഹ ആഘോഷിക്കാനായിട്ട് പോവാണ് ഈ ഭവനത്തിൽ. ആ പെസഹായ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എപ്രകാരമായിരുന്നു? നമ്മളിപ്പം ഇന്നലെ തന്നെ വീട് മുഴുവൻ തൂത്ത് തുടച്ച് വൃത്തിയാക്കി അതെല്ലാം ക്ലീനാക്കി എല്ലാം. പിന്നെ ഇന്ന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അത് നമ്മൾ ഈ വർഷത്തിലൊന്ന് ഈ പെസഹയ്ക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. അപ്പോൾ അതെല്ലാം കഴുകി തുടച്ച് ഉണക്കി അതെല്ലാം നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ അപ്പവും പാലും അതിലുണ്ടാക്കണം. പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മുടെ അടുക്കളയിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുക്കളയിൽ ചെന്ന് ആൻറ്റിയോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്കറിയാം. ആൻറ്റി എല്ലാം റെഡിയാണോ? എല്ലാം റെഡിയാണ്. ഓക്കെ, നമുക്കിപ്പം പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? അരിപ്പൊടി വേണം, പിന്നെ ഉഴുന്ന്, ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, തേങ്ങ. ഓക്കെ ആൻറ്റി, അപ്പം നമ്മൾ ഏറ്റവും ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? ആദ്യം ഉഴുന്ന് വെള്ളത്തിലിടണം. ഓക്കെ, എന്നാൽ നമുക്ക് ചെയ്യാം. ചെയ്യാം.
എത്ര അളവ് ഉഴുന്നാണ് നമ്മൾ പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടി എടുക്കുന്നത്? 1/2 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ അപ്പോൾ 2 2 അപ്പത്തിന് വേണ്ടി. നമ്മൾ എത്ര നേരം മുമ്പ് ഇതെല്ലാം 2 മണിക്കൂർ മുൻപ് ഏകദേശം ഇടണം. ഉഴുന്ന് 2 മണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വെള്ളത്തിലിടണം. അതെ. അപ്പം നമ്മൾ ഉഴുന്ന് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഈ ഉഴുന്ന് മാറ്റി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പം ആൻറ്റി നമ്മളിത് മാറ്റി വെച്ചു. ഇനി എന്താണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോൾ അടുത്തതായിട്ട് പൊടി ഇച്ചിരി ചൂടുവെള്ളത്തിൽ വാട്ടി കുഴക്കണം. ഇത് നമ്മൾ എത്ര അളവ് പൊടി? ഇത് 2 ഗ്ലാസ് പൊടി, അരിപ്പൊടി 2 ഗ്ലാസ്. 2 ഗ്ലാസ്. അതെ. അപ്പം നമ്മുടെ അരിപ്പൊടി ഇപ്പം റെഡി ആയിട്ട് പാകമാക്കാനായിട്ട് 2 മണിക്കൂർ വെക്കണം നമ്മൾ. ഓക്കെ, 2 മണിക്കൂറത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ എന്താ ചെയ്യണ്ടേ? അടുത്ത നമ്മൾ തേങ്ങ ചിരണ്ടാനായിട്ട് പോകാം അല്ലേ? അപ്പം ഇത് നന്നായിട്ട് ഇതിൻ്റെ പുറമെല്ലാം ക്ലീൻ ചെയ്ത് വേണം ഉപയോഗിക്കാൻ. എന്താണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധമായിട്ടുണ്ടാക്കുന്ന സാധനമല്ലേ. അപ്പം പൊടിയും നാരുകളൊന്നും വീഴാതെ ശുദ്ധമായിട്ടുണ്ടാക്കും. നല്ല വൃത്തിക്ക് ഉണ്ടാക്കണം. അതെ. ഇപ്പോൾ അടുക്കളയിൽ നിന്ന് പുറത്ത് വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി ആൻറ്റി നമ്മളോട് പറഞ്ഞ പോലെ നമ്മൾ തേങ്ങയുടെ പുറം എല്ലാം ചിരണ്ടി കളയാനായിട്ട് വൃത്തിയാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ തേങ്ങ ചിരണ്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ വീട്ടിലെ മോനും ഇപ്പം നമ്മുടെ കൂടെ ചേട്ടൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ അപ്പത്തിൽ ഒരു നാര് പോലും വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അത്രയും വൃത്തിയാക്കിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് തേങ്ങ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തേങ്ങ പൊട്ടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചേട്ടാ, തേങ്ങ പൊട്ടിക്കാം നമുക്ക്. ഈ തേങ്ങ പൊട്ടിക്കുന്ന ഈ വെള്ളം പണ്ട് കാലത്തൊക്കെ ഇത് നമ്മുടെ ഓടിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമായിരുന്നു. കാരണം ഇത് നമ്മൾ ചവിട്ടുന്ന സ്ഥലത്തോ ഒന്നും വരാൻ പാടില്ലാതെ നമ്മൾ പരിശുദ്ധമായ ഒരു സ്ഥലത്താണ് നമ്മൾ എപ്പോഴും അത് ഇടേണ്ടത്. അപ്പം ഇന്നിപ്പം നമ്മളിതിവിടെ കിണറ്റിലോട്ടാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം പറഞ്ഞ പോലെ ഈ വെള്ളം നമ്മളിപ്പോൾ ആരും ചവിട്ടാൻ പാടില്ലാത്ത സ്ഥലത്തോട്ട് വേണം ഒഴിക്കാനായിട്ട്. അത്രയും വിശുദ്ധമായിട്ടാണ് നമ്മൾ ഈ പെസഹ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മളിപ്പം ഈ തേങ്ങാ വെള്ളം ആരും ചവിട്ടാത്ത രീതിയിൽ നമ്മൾ കിണറ്റിലോട്ടാണ് ഒഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചേച്ചി ഒഴിക്കാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങ ചിരണ്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൻറ്റി, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പം തേങ്ങ ചിരണ്ടാനായിട്ട് പോകുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത്? തേങ്ങ ചിരണ്ടുമ്പോഴും പരിശുദ്ധമായിട്ട് ചിരണ്ടാൻ വേണ്ടി ഇല വെച്ച് താഴെ പോകാതിരിക്കാൻ വേണ്ടിയാണ് വലിയ മുറത്തിൽ ഇല വെച്ചിരിക്കുന്നത്. പിന്നെ അത് ചിരണ്ടുന്ന ആൾ സംസാരിക്കാൻ പാടില്ല. പിന്നെ പിള്ളേരൊന്നും വന്ന് കഴിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. പിന്നെ ഇത് ചിരണ്ടുമ്പം അകത്തെ മാത്രമേ നമ്മൾ അപ്പത്തിന് വേണ്ടി എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ബാക്ക് സൈഡിൽ പുറത്തെ സൈഡിൽ ബ്രൗൺ കളർ വരികയില്ല. അപ്പോൾ അപ്പം ഇച്ചിരി ഡൾ കളറായും. അത് കാരണം അകത്തെ മാത്രമേ ചിരണ്ടി എടുക്കൂ. ഈ തേങ്ങയ്ക്കകത്ത് മുഴുവൻ തേങ്ങയും ചിരണ്ടി എടുക്കുന്നുണ്ട് എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാ? അത് മുഴുവൻ ഈ അപ്പത്തിന് വേണ്ടി മുഴുവൻ ചിരണ്ടുകയില്ല. ഉള്ളിലെ വൈറ്റ് മാത്രം മുഴുവൻ ചിരണ്ടും. പിന്നെ ബാക്കിയുള്ളത് പാലിന് വേണ്ടി എടുക്കും. ഒരു തേങ്ങ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ ഇല്ല, പാലിന് ഒരെണ്ണം കൂടെ വേണ്ടി വരും. 2 തേങ്ങ ആ അളവിനുള്ള പാല് വേണം. അപ്പൊ നമുക്ക് എന്നാല് തേങ്ങ ചിരണ്ടി തുടങ്ങാം അല്ലേ ചേച്ചി? ചെയ്യാം. തേങ്ങ റെഡിയാണേ. തേങ്ങ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പം തേങ്ങ റെഡിയായി. ഇനി ആദ്യം നമ്മൾ ഉഴുന്നരയ്ക്കുക, അതരച്ചെടുക്കുക. അതിനുശേഷം തേങ്ങയും ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം കൂടെ അരയ്ക്കുക. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. റെഡിയായിരിക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷം പുഴുങ്ങാൻ പറ്റും. ചെയ്യാം.
പെസഹ അപ്പവും പെസഹ പാലും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ ആ ഒരു പ്രാർത്ഥന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. ഇന്ന് നമ്മൾ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് പുത്തംപാന വായിച്ച് ഈശോയുടെ പീഡാനുഭവത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അമ്മ കന്യാ മണി തന്റെ നിർമ്മലതോ ഖങ്ങളിപ്പോൾ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൽക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. എൻ മനോവാക്കിൻ വശം പോയി പറഞ്ഞാലോ കയുമില്ല. അമ്മ കന്യേ തുണയെങ്കിൽ പറയാമൽപ്പം. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ കുരിശപ്പം, ഇന്നത്തെ പെസഹ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുരിശപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ആൻറ്റി, കുരിശപ്പം ഉണ്ടാക്കാൻ നമുക്ക്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പാത്രത്തിൽ ഇച്ചിരി നെയ്യ് തൂത്തു, ഇനി അപ്പത്തിൻ്റെ മാവ് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് കുരിശ് വെച്ച് അപ്പച്ചെമ്പി വെച്ച് പുഴുങ്ങിയെടുക്കുക. അപ്പൊ അങ്ങനെയാണ് നമുക്ക് മാവ് ഈ പാത്രത്തിലോട്ട് മാറ്റാം. ഈ മുകളിൽ നമ്മൾ കുരിശ് വെക്കുന്നതല്ലേ കുരിശപ്പം അല്ലേ അമ്മേ? ആ കുരിശ് നമ്മൾ മുകളിൽ കുരുത്തോല കൊണ്ട് വെക്കുന്നതാണ് കുരിശപ്പം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ചില പണ്ടൊക്കെ ഈ കുരുത്തോല കൊണ്ട് തന്നെ INRI എന്ന് പറഞ്ഞ് അവരുണ്ടാക്കി അപ്പത്തിന്റെ മുകളിൽ വെച്ച് പുഴുങ്ങുമായിരുന്നു. അതാണ് ഇൻട്രിയപ്പം എന്ന് വിളിച്ചിരുന്നത്. പിന്നെ എനിക്കൊന്നും അത് പലരും പറഞ്ഞ് അത് ഇൻട്രിയപ്പമായി. കൽത്തപ്പം എന്ന് പറയുന്നത് എനിക്കൊന്നും പുഴുങ്ങുമല്ല, അത് ചുട്ടെടുക്കുന്ന കൽത്തപ്പം എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ പല പേരുകളിൽ ശരിക്കും ഈ അപ്പം അറിയപ്പെടുന്നു. അപ്പൊ ഈ ഓല നമ്മള് ഓശാനയ്ക്ക് നമുക്ക് കിട്ടുന്ന ഓലയാണ്, കുരുത്തോലയാണ് നമ്മൾ ഈ കുരിശാകൃതിയിലാക്കി ഈ കുരിശപ്പത്തിന്റെ മേലെ വെക്കുന്നത്. അതെ അതെ. ആന്റി, മാവ് നമ്മൾ പാത്രത്തിലാക്കിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുരിശ് വെച്ചാലോ? കുടുംബനാഥനല്ലേ കുരിശ് വെക്കുന്നത്, നമുക്ക് കുടുംബനാഥനെ വിളിക്കാം. ഓക്കെ ആന്റി. ശീതളം പായ തപ്പേ. നമ്മളിപ്പോൾ ആ കുരിശപ്പം വേവിക്കാനായിട്ട് പോവാം അല്ലേ? ഇപ്പം ഈ കുരിശപ്പത്തിൻ്റെ അകത്ത് നമ്മളിവിടെ കുരിശ് മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷേ ചില ദേശങ്ങളിലൊക്കെ അവിടെ മഞ്ഞൾ വെക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്താ ചേച്ചി? എനിക്ക് തോന്നുന്നു അത് ചിലയിടത്ത് ഒരു മഞ്ഞൾ വെക്കും, ചിലയിടത്ത് 5 മഞ്ഞൾ വെക്കും. അത് ഈശോയുടെ തിരുമുറിവുകളെയാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ പണ്ട കാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ കുരിശ് മാത്രമാണ് വെക്കുന്നത്. അതെ. നമ്മൾ എന്ത് എടുക്കാൻ പോവാ? ഇനി നമ്മൾ അടയാക്കി വെക്കാൻ പോവാണ്. ഇലക്കകത്ത് ചില നാടുകളിലൊക്കെ അങ്ങനെയുണ്ട്. പല സൈഡിലൊക്കെ ഈ അടയാക്കി ചെയ്യും. കുരിശപ്പത്തിന്റെ കൂടെ അടയും കൂടെ വെക്കുകയല്ല. ഈ കുരിശപ്പത്തിന്റെ കൂടെ നമ്മളപ്പം കഴിക്കുന്നത് ഈ അടയാണോ? അല്ല, കുരിശപ്പത്തിനും കുരിശപ്പം മുറിച്ച് അതെല്ലാവർക്കും കൊടുക്കും. പിന്നെ അഡീഷണൽ സെക്കൻഡൊക്കെ വേണ്ടിയവർക്കൊക്കെ അടയും കൊടുക്കും. മടക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക രീതിയിലാണോ? ഇത് ഈ രീതിയിലാണ് ഇത് മടക്കുന്നത്.
പിന്നെ ഇത് ഈ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി നമ്മൾ അടുത്ത വീടുകളിലൊക്കെ കൊടുക്കുകയല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇതിന് ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. കുരിശപ്പം നമ്മൾ കൊടുക്കാറില്ല. കുരിശപ്പം കൊടുക്കാറില്ല. അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ കുരിശ് വെക്കാത്ത അപ്പം അങ്ങനെ കൊടുക്കും. ഇതിന് ഇച്ചിരി മിക്സിങ് ഇച്ചിരി വെള്ളം കുറഞ്ഞിരിക്കും. കുരിശപ്പത്തിനെക്കാട്ടിലും ഇച്ചിരി വെള്ളം കുറഞ്ഞു. അങ്ങനെ നമ്മൾ പെസഹ അപ്പത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ പെസഹ അപ്പം പോലെ തന്നെ ഇന്നത്തെ ദിവസം പ്രധാനമായിട്ടുള്ള ഒന്നാണ് പെസഹ പാല്. അപ്പം ആൻറ്റി, പെസഹ പാൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് വേണ്ടേ? പാലിന് വേണ്ടി തേങ്ങ വേണം. തേങ്ങ ചിരണ്ടി റെഡിയാക്കി വെച്ചു. പിന്നെ അതിനു വേണ്ടിയുള്ള മസാലകളുണ്ട്. അതായത് ചുക്ക്, ജീരകം, അരി വറുത്ത് പൊടിക്കും. എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. പിന്നെ ശർക്കര പാനിയുണ്ട്, ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുക. പിന്നെ ഇതെല്ലാം കൂടെ ഇനിയിപ്പോ ഈ തേങ്ങ നമ്മളിത് മിക്സിയിലടിച്ച് പാലെടുക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആദ്യമേ തേങ്ങാ പാലെടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ശർക്കര പാനിയും ഈ മസാല ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് അല്ലേ? അങ്ങനെയാണ് നമുക്ക് ചെയ്യാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ ആൻറ്റി ഇപ്പം മിക്സ് ചെയ്തതിൻ്റെ അകത്ത് അരിപ്പൊടി ഉപയോഗിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ആൻറ്റി അതിന് പകരം അരി ഉപയോഗിച്ചേക്കും അല്ലേ? അതെന്തുകൊണ്ടാണ്? ഇത് നല്ല ടേസ്റ്റാണ്. അപ്പൊ അതെങ്ങനെയാ ആൻറ്റി ചെയ്തേക്കുന്നത്? അരി നമ്മള് പള്ളിയിലൊക്കെ നേർച്ച കൊണ്ടിരുന്ന അരിയില്ലേ, അതുപോലെ വറുത്ത് ഇങ്ങനെ മലര് പോലെ വന്നു കഴിയുമ്പോൾ ജീരകവും ചുക്കും കൂടെ ചേർത്ത് പൊടിച്ചെടുത്ത് അത് മൂന്നിട്ട്. അപ്പം അരിപ്പൊടിക്ക് പകരം നമ്മൾ ഇവിടെ അരിയല്ലേ ചേർത്തേക്കുന്നത്. അപ്പം അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് അല്ലേ? ആൻറ്റി, നമ്മൾ ഈ പെസഹ പാൽ ഉണ്ടാക്കുന്ന ഈ കലത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ കലം സാധാരണ ഈ പാല് ഉണ്ടാക്കാൻ മാത്രമേ എടുക്കാറുള്ളൂ. അത് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കും. വേറെ ഒരു കാര്യത്തിനും എടുക്കുകയല്ല. ഇനിയിപ്പോ അടുത്ത വർഷത്തേക്കായിരിക്കും നമ്മൾ ഈ കലം എടുക്കുന്നത്. ഈ വർഷം ഇതെടുത്ത് വെക്കും നമ്മൾ. അതെ. അപ്പൊ നമ്മളിപ്പം തേങ്ങാപ്പാലെല്ലാം പിരിഞ്ഞു കഴിഞ്ഞല്ലേ? ഇനിയിപ്പോ ഇത് മൊത്തത്തിൽ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പോവാണോ? മൊത്തത്തിൽ മിക്സ് ചെയ്യല. ഈ മൂന്നാം പാലില് ഈ പൊടി കലക്കും. അതെന്തുകൊണ്ടാ? അത് അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട കെട്ടി കിടക്കും അല്ലേ? ഓക്കെ. പെസഹ അപ്പം റെഡിയായല്ലേ? റെഡിയായി. അപ്പൊ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. എടുത്ത് വയ്ക്കാം. ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് പള്ളിയിലെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒരു വൈകുന്നേരം 7 മണിക്ക് പ്രാർത്ഥനയില്ലും. പ്രാർത്ഥനയിൽ കഴിഞ്ഞിട്ട് ഗ്രഹനാഥൻ അയച്ചാൻ മേശയ്ക്ക് പ്രധാന സ്ഥലത്തിരുന്നിട്ട് ബാക്കി മക്കളും അമ്മച്ചിയും ഞങ്ങൾ മക്കളെല്ലാം ചുറ്റിയിരിക്കും. അപ്പം പാലും കൊണ്ട് വയ്ക്കും. എന്നിട്ട് പ്രാർത്ഥനയെന്ന് കുരിശ് വരച്ച് ബൈബിൾ വായിച്ചിട്ട് അപ്പം മുറിക്കും. ഏതായാലും മത്സാൻ്റെയും ശീതളും കൂടെ അടുക്കളയിൽ അപ്പമെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഏതായാലും അപ്പം മുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പെസഹ അപ്പം ഇവിടെ റെഡിയായി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പെസഹ പാല് നമ്മൾ ഇനി തിളപ്പിക്കാനായിട്ട് പോവാം അല്ലേ? ഈ കുരിശിനെ നമ്മൾ എന്തിനാ? കുരിശാണ് ഇട്ടേക്കട്ടെ. പെസഹ പാല് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം പഴം ചേർക്കുക. അതായത് പഴം ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാ. ചില നാടുകളിൽ ഇല്ല, ചില ഭാഗത്തുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങളിത് ഇടും. ഇടല്ലേ? ഓക്കെ.
നമ്മുടെ പെസഹ അപ്പവും പെസഹ പാലും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് നമ്മൾ ഇനി അടുത്ത് കടക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പോകാം. അങ്ങനെ പെസഹ അപ്പവും പെസഹ പാലും എല്ലാം ഒരുക്കി നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഈ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടി ഈ പെസഹ ആചരിക്കാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥനയോടെ ഈ ഒരു പെസഹ ആചരണം നമുക്ക് ആരംഭിക്കാം. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴേ നീക്കും. ആമേൻ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഫരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റയ്ക്ക് കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ച ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുണ്ട്, എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. ഈശോ തൻ്റെ അന്ത്യത്താഴവേളയിൽ അപ്പം എടുത്ത് മുറിച്ച് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത പോലെ ഇന്ന് ഈ പെസഹ അപ്പം കുടുംബനാഥൻ മുറിച്ച് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രായമനുസരിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം മോചിപ്പിച്ചതിൻ്റെ ഓർമ്മയായിട്ട് യഹൂദർ പെസഹ ആചരിച്ചു. ഇന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തെയും വിശുദ്ധ കുർബാന സ്ഥാപനത്തെയും പീഡാസഹനത്തെയും എല്ലാം സ്മരിച്ചുകൊണ്ട് പെസഹ ആചരിക്കുന്നു. ഈ പുണ്യദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഏവർക്കും നേരുന്നു. പെസഹ പെരുമ എന്ന ഈ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി.